നമ്മളൊരാളെ കുറ്റം പറയാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ഡാനിഷ് ഫെറോഫിട്ടിനെ കുറിച്ച് കുറ്റം പറയാതിരുന്നാൽ അത് വല്ലാത്തൊരു പാതകം തന്നെയാണ്. എന്തോ പറയാനാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള മത്സരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മോശം പ്രകടനം തുടർച്ചയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമില്ല. പക്ഷെ പരിശീലകരെ ഇംപ്രസ് ചെയ്യുന്ന എന്തോ ഒരു ക്വാളിറ്റി ഡാനിഷിലുണ്ട്. അദ്ദേഹം പണ്ടൊരു മികച്ച ഡിസ്ട്രോവർ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റിയൽ കാശ്മീർ എഫ് സിയിൽ കളിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പ്ലെയർ ആയിരുന്നു. ലിയോൺ സ്റ്റോണിൽ കളിക്കുന്ന സമയത്തും ആൾ കൊള്ളായിരുന്നു. ബംഗളൂരു എഫ് സിയിൽ കളിക്കുന്ന സമയത്ത് പോലും ഡാനിഷ് കിടിലുമായിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് ഇവാൻ്റെ കീഴിൽ കുറേ മത്സരങ്ങളിൽ തിളങ്ങിയതല്ലാതെ പിന്നെ ഡാനിഷ് നിഴലായിപ്പോയി. നിഴലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ നശിപ്പിക്കുന്ന ഒരു സാധനം പോലെയാണ് ഡാനിഷ് ഫെറോഫിട്ട്. ഇന്നലത്തെ ഒരു മത്സരത്തിൻ്റെ കാര്യം പറയാം. ഫാലോയിൻഡിയെ പോലെയുള്ള താരങ്ങൾ 90 മിനിറ്റും വിയർപ്പൊഴുക്കി കളിച്ചതിൻ്റെ മുഴുവൻ എഫേർട്ടും ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഡാനിഷ് ഇല്ലാതാക്കിയത്. ഡാനിഷ് ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. പോസ്റ്റ് കവർ ചെയ്യേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഒരു ചോദ്യചിഹ്നമാണ്. എങ്കിൽ പോലും അവസാനം ഡാനിഷ് നിൽക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് പൊസിഷനിൽ പോസ്റ്റ് കവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഡാനിഷിനാണ്. വെറുതെ ഒരു കാഴ്ചക്കാരനെ പോലെ പുള്ളി അവിടെ നോക്കി നിൽക്കാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും. എത്ര മോശം പ്രകടനമാണ് ഡാനിഷ് ഫെറോക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിമം റെസ്പോൺസിബിലിറ്റി ടീമിനോട് അദ്ദേഹം കാണിക്കുന്നില്ല എങ്കിൽ ഒരു പോസ്റ്റ് കവർ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ലാസ്റ്റ്മാനായിട്ട് അത് ചെയ്യാനുള്ള മനസ്സാളിനില്ല. ഡാനിഷിനെക്കാട്ടിൽ ബാക്കിൽ നിന്ന് ഫാലോയിൻഡി അവിടെ ഓടി വരുന്നുണ്ട്. ഹൗ റെസ്പോൺസിബിൾ ഹിം.